പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് ജനപ്രിയമാണ്. അടിസ്ഥാന മധ്യവർഗത്തിനൊപ്പം മുന്നോക്ക വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതാണ് കെ ബാലഗോപാലിൻ്റെ ആറാം ബഡ്ജറ്റ്. ക്ഷേമ പെൻഷൻ വർധനവില്ലെങ്കിലും ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർവ്വമേഖലയെയും സ്പർശിച്ച ബഡ്ജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളിലൂടെ അടിസ്ഥാന വർഗ വോട്ടുകൾ ഉറപ്പിക്കാനാണ് ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്. DA കുടിശ്ശികയും ശമ്പള കമ്മീഷനും പ്രഖ്യാപിച്ച സർക്കാർ ജീവനക്കാരെയും ബഡ്ജറ്റ് ചേർത്ത് പിടിച്ചു. മധ്യവർഗത്തെ ആകർഷിക്കാനുള്ള നീക്കിവെപ്പും ബഡ്ജറ്റിലുണ്ട്. സെമി ഹൈ സ്പീഡ് റെയിൽ എന്ന ആവശ്യത്തിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകുന്നില്ല. എന്നാൽ സ്പീഡ് റെയിൽ പദ്ധതിയുടെ അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റിവെച്ചത്. റെയിൽ, റോഡ്, ജലഗതാഗതങ്ങൾക്കായി നിരവധി പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിലുണ്ട്. സമസ്ത മേഖലകളെയും സ്പർശിച്ച ബഡ്ജറ്റിൽ ബിരുദ പഠനം സൗജന്യമാക്കും എന്നതാണ് രാഷ്ട്രീയമായ ഒരു പ്രഖ്യാപനം. ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വിശദമായി നോക്കുകയാണെന്ന് നോക്കൂ. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഏറ്റവും ആകർഷകമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അതിവേഗം നമ്മളൊന്ന് നോക്കിപ്പോവുകയാണ്. ഏറ്റവും ആകർഷകമായത് അടിത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അംഗനവാടി വർക്കർമാർക്ക് 1000 രൂപ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തിയതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം. മറ്റൊന്ന് അംഗനവാടി ഹെൽപ്പർമാരുടെ അംഗനവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ വരുത്തിയ വർധനയാണ്. 500 രൂപ ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസ വേതനം. ആശാ വർക്കർമാരുടെ പ്രശ്നം നമുക്കറിയാം, ഈ സർക്കാരിനെ കുഴക്കിയ ഒരു പ്രശ്നമാണ്. പലപ്പോഴും മറുപടി പറയാനാകാതെ സർക്കാർ കുഴങ്ങിപ്പോയ നിശ്ചലമായി പോയ സമയമുണ്ട്. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തുന്നതും ഈ ഒരു ബഡ്ജറ്റിലാണ്. സ്കൂളിലെ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ ഒരു ദിവസം 25 രൂപ വർദ്ധിപ്പിച്ചു. ഒരു ദിവസത്തെ പ്രതിദിന വേതനത്തിൽ 25 രൂപയുടെ വർധനവ് എന്ന് പറയുമ്പോൾ ഒരു മാസമാകുമ്പോഴേക്കും അതൊരു 750 രൂപ അടുപ്പിച്ച്, അല്ലെങ്കിൽ ഒരു 500-നും 750-നും ഇടയിലുള്ള ഒരു തുകയിലേക്ക് അവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാരെയും സ്പർശിച്ചു പോകുന്നു എന്നുള്ളതാണ്. സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപ അതും ഉയർത്തിയിട്ടുണ്ട്. സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപയിലേക്കൊക്കെ മാറ്റുന്നു. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധന അവിടെ സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപ പത്രപ്രവർത്തക പെൻഷൻ വർദ്ധിപ്പിക്കുന്നു. ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസിൽ 1000 രൂപ അതും വർദ്ധിപ്പിക്കുന്നുണ്ട്. 1000 രൂപയാണ് അതും വർദ്ധിപ്പിച്ചതായി കാണുന്നത്. ഒപ്പം തന്നെ പല അസുഖങ്ങൾ ബാധിച്ച് നിൽക്കുന്ന ആളുകൾ നമുക്കറിയാം, നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള ആളുകൾ. അതിൽ ക്യാൻസർ രോഗികളുണ്ട്, ഒപ്പം തന്നെ ലെപ്രസി ആയി ബന്ധപ്പെട്ട് കുഷ്ഠരോഗവുമൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, എയ്ഡ്സ് രോഗികളുണ്ട്, ക്ഷയ രോഗബാധിതരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ പ്രതിമാസ പെൻഷനിലും വർധനമുണ്ട്. 1000 രൂപ അങ്ങനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമെന്ന് സർക്കാർ അതിനെ മുന്നോട്ട് വെക്കുകയാണ്. പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപമുണ്ട്, നമുക്കതിലേക്ക് വരാം. അതിനു മുൻപ് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ. അതിലൊന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5 വർഷ തത്വം പാലിക്കുക എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരുകളുടെ നയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അതിനൊരു വലിയ പ്രഖ്യാപനം നടത്തുന്നത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത് ഈ ബഡ്ജറ്റിലാണ്. 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി അത് നടപ്പാക്കുമെന്നുള്ള ഒരു സൂചന അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ 3 മാസക്കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇനി അങ്ങോട്ട് 3 മാസക്കാലം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകും, എത്രമാത്രം അത് നടപ്പാകും എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അടുത്ത മാസമൊക്കെ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നേക്കാം. പക്ഷെ സർക്കാർ അവസാന ബഡ്ജറ്റ് എന്നുള്ള നിലയിൽ ഒരു മുഴം മുന്നേ എറിയുകയാണ് സർക്കാർ ജീവനക്കാരുടെ മുന്നിലേക്ക്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA-DR ഗഡുക്കൾ പൂർണ്ണമായും നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം ഇന്ന് വരികയാണ്. വളരെ സുപ്രധാനമായൊരു കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം അവശേഷിക്കുന്ന DA-DR ഗഡുക്കൾ നൽകും. മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും.
ആദ്യ വർഷം ഗഡു ഈ ബഡ്ജറ്റ് വർഷം തന്നെ നൽകും എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി വരികയാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം, സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കുമെന്നുള്ളത്. അത് നേരത്തെ നിന്നുപോയൊരു സ്കീമായിരിക്കണം, അതുകൊണ്ടാവാം അത് പുനഃസ്ഥാപിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം സർക്കാർ നടത്തുന്നത്. നോക്കാം, അതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു വളരെ സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി സർക്കാർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അഷ്വേർഡ് പെൻഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 മുതലാണ് അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം ഉൾപ്പെടുത്തി വിരമിക്കുന്നതിന് തൊട്ടു മുൻപേ അവസാന ശമ്പളത്തിലെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായി ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ രീതി. പങ്കാളിത്ത പെൻഷനിൽ നിന്ന് വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. പക്ഷേ അവസാനം വിരമിക്കുന്ന സമയത്ത് ബേസിക് സാലറി എത്രയാണോ അതിൻ്റെ 50%, അതിൻ്റെ പകുതി ജീവനക്കാർക്ക് കിട്ടുന്നതാണ് അഷ്വേർഡ് ഇൻഷുറൻസ് പെൻഷൻ എന്ന് പറയുന്ന സ്കീം. അതിൽ തന്നെ DR അനുവദിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള പദ്ധതിയിൽ നിന്ന് NPS-ൽ നിന്ന് നേരെ അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാകും എന്ന് പറയുകയാണ്. മറ്റ് ചില പ്രഖ്യാപനങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ സ്മരണ നിലനിർത്താൻ തലസ്ഥാനത്തൊരു കേന്ദ്രം വരികയാണ്. അതിന് 20 കോടി രൂപയുടെ പ്രഖ്യാപനം വരുന്നു. കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് 10 കോടി രൂപയുടെ പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമൊക്കെയായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ 3 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് വരുന്നു. അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ വരുന്നു. കവാരിക്കുളം കണ്ടൻ കുമാരൻ പഠന കേന്ദ്രത്തിന് 1.5 കോടി രൂപ വരുന്നു. മാർ ഇവാനിയോസ് മ്യൂസിയത്തിന് 1.5 കോടി രൂപയുടെ പ്രഖ്യാപനം വരുന്നു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും അതിൻ്റെ വിതരണവും കൂടുതൽ ശക്തിപ്പെടുത്തുക, അതിൻ്റെ മാർക്കറ്റിംഗ് വിതരണ ശൃംഖല വിപുലമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. 22.27 കോടി രൂപ അതിനും മാറ്റിവെക്കുന്നു. മറ്റൊരു നമുക്ക് അനിവാര്യം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം, റോഡ് അവർക്ക് ലൈഫ് സേവർ പദ്ധതി വരികയാണ്. അതായത് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ ഉറപ്പാക്കുന്ന ഒരു പ്രൊജക്റ്റ് വരികയാണ്. ഒപ്പം തന്നെ അപൂർവ ഇനം രോഗങ്ങൾക്കായുള്ള ചികിത്സാ പദ്ധതിയായ കെയറിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടി രൂപയുടെ പ്രൊജക്റ്റ് സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. തിരുവനന്തപുരം അങ്കമാലി MC റോഡ് നമുക്കറിയാം. ആ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല കുറി ചർച്ചകൾ വന്ന ആ റോഡിൻ്റെ വികസനം അനിവാര്യമായൊരു വികസനമാണ്. 5217 കോടി രൂപയുടെ ഒരു കിഫ്ബി പദ്ധതി വരികയാണ്. പക്ഷേ എത്രമാത്രം അത് കാരണം ഈ റോഡ് നമുക്കറിയാം മറ്റ് ആലപ്പുഴ വഴിയുള്ള, അരൂർ വഴിയുള്ള, ചേർത്തല വഴിയുള്ള ആ റോഡ് നേരെ എറണാകുളത്തേക്ക് എത്തുന്നതിന് ബദലായി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തിരക്കുള്ള റോഡാണ്. അവിടെ ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. അപ്പോൾ എത്രമാത്രം പ്രാവർത്തികമാകും, അതിന് ഈ തുക മതിയാകുമോ അല്ലെങ്കിൽ ആദ്യഘട്ടമാണോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. എന്തായാലും ആ വികസനത്തിന് 5217 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി വരുന്നു എന്നുള്ളതാണ്. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ പട്ടണങ്ങളിൽ ബൈപ്പാസുകൾ പ്രഖ്യാപിക്കുകയാണ്. വിവിധ ജംഗ്ഷനുകളുടെ വികസനവും ആ പദ്ധതിയുടെ ഭാഗമാണ്. ധനകാര്യ ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി കൊച്ചിയിലൊരു ഫിനാൻസ് ടവർ സ്ഥാപിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നു. കൊച്ചിയിൽ അതിനുവേണ്ടി മാത്രമായി ഫിനാൻസ് ടവർ സ്ഥാപിക്കും. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2071.95 കോടി രൂപയുടെ നീക്കിയിരുപ്പ് ഈ ബഡ്ജറ്റിൽ വെക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3720 കോടി രൂപയുടെ പദ്ധതി വരുന്നു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടി രൂപയുടെ പദ്ധതി വരുന്നു. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ നീക്കിയിരിക്കുന്നു. അപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപനം എല്ലാ സർവ്വതലങ്ങളിലും സ്പർശിച്ചു പോകുന്നതാവണം എന്നുറപ്പ് ഈ സർക്കാരിനുണ്ടായിരുന്നു. കാരണം ഇനിയൊരു ചാൻസ് ഈ സർക്കാരിനില്ല. അവസാന ബഡ്ജറ്റാണ്. അപ്പോൾ പരമാവധി ആകർഷകമാക്കുക, ജനപ്രിയമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ട്. നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ളത് പിന്നീടുള്ളൊരു ചോദ്യം. പക്ഷേ പദ്ധതി പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. അതെന്ന് മന്ത്രി KN ബാലഗോപാൽ സഭയിൽ പറയുന്നു. ഓക്കെ, നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് 20 കോടി രൂപ. PPP മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒപ്പം തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളും ചേർന്നുള്ള സൈബർ വാലി പ്രോജക്റ്റിന് ഒരു 30 കോടി രൂപ പറയുന്നു. തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ സമ്പാദനത്തിനുമായി ആഗോള സ്കൂളിന് 10 കോടി രൂപ. ഗിഗ് തൊഴിലാളികൾക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗിഗ് ഹബ്ബുകൾ സ്ഥാപിക്കാൻ 20 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ്. പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് 40,000 രൂപ. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായുള്ള വായ്പകൾക്ക്
2% പലിശ ഇളവ്, ഓട്ടോ സ്റ്റാൻഡുകളിൽ സോളാർ അധിഷ്ഠിത ചാർജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ 20 കോടി രൂപയുടെ പ്രൊജക്ട് വരുന്നു. റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും ഒക്കെ സർക്കാർ സബ്സിഡി നൽകാം എന്ന് ഉറപ്പ് പറയുന്നു. ഇതിനായി 30 കോടി രൂപ നൽകുന്നു. വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് ഓൺ കോൾ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കും. അതിനായി 10 കോടി രൂപ സർക്കാർ വകയിരുത്തുന്നു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് 15 കോടി രൂപ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കുന്നതിന് 50 കോടി രൂപയുടെ പ്രൊജക്ട് വരുന്നു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് CDSനെ രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് 10 കോടി രൂപ വരുന്നു. ഒപ്പം കേരള കലാകേന്ദ്രം സ്ഥിരം വേദികൾ സ്ഥാപിക്കാൻ 10 കോടി. അതാണ്. അപ്പോൾ നിറയെ പ്രഖ്യാപനങ്ങളുണ്ട്. പ്രതിപക്ഷം പക്ഷെ പറയുന്നത് എന്താണെന്നറിയാമോ? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപ്പാക്കാൻ ഒട്ടും സാധ്യമല്ലാത്ത പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിയ ഒരു ബഡ്ജറ്റാണ്, ജനങ്ങളെ കബളിപ്പിക്കലാണ് ഈ ബഡ്ജറ്റിലൂടെ ചെയ്തത് എന്നതാണ്. ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് പരമാവധി പ്രഖ്യാപനങ്ങൾ നടത്തി വോട്ട് ശേഖരിക്കാനുള്ള തന്ത്രം എന്ന് പറയുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൻ്റെ ആകെ ചിത്രം കാണുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നടപ്പാക്കാൻ പറ്റുമോ പിണറായി സർക്കാരിന് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏറെക്കാലമില്ല. അപ്പോൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ലക്ഷ്യമാകോ? എന്താണ് തെരഞ്ഞെടുപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത്? കെ.എൻ. ബാലഗോപാൽ ലക്ഷ്യമിട്ടത് എന്താണ്? സെയ്ഫ് സൈനുലാബ്ദീൻ വിശദമായി പറയും. തെരഞ്ഞെടുപ്പിൽ ബഡ്ജറ്റ് പ്രതിഫലിക്കുമോ എന്നുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ് ജനകീയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. 2 മണിക്കൂറും 52 മിനിറ്റുമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗം നീണ്ടു നിന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റായതുകൊണ്ട് ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനനുസരിച്ചുള്ള ബജറ്റാണ് അദ്ദേഹം ഇത്രയും സമയമെടുത്ത് അവിടെ പ്രഖ്യാപിച്ചത്. വൻകിട പദ്ധതികൾ വലിയ രീതിയിൽ പ്രഖ്യാപനമില്ല എങ്കിലും സാധാരണക്കാരായ ആൾക്കാരെ മധ്യവർഗത്തെ ചേർത്ത് പിടിക്കുന്നതാണ് ബജറ്റ് എന്ന് നിസ്സംശയം പറയാം. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ 400 രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇപ്പോൾ അത് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വർധനവ് ക്ഷേമ പെൻഷനിൽ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ആശാ വർക്കർമാർക്ക് 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചു, അങ്കണവാടി ജീവനക്കാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു, അങ്കണവാടി ഹെൽപ്പർമാർക്ക് 500 രൂപ വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം. ഇൻഷുറൻസ് സാധാരണക്കാരായ ആൾക്കാരെ വലിയ രീതിയിൽ താങ്ങി നിർത്തുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓട്ടോ തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ഇൻഷുറൻസ് നൽകുന്ന ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ് ആ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം അടക്കമുള്ള പദ്ധതികൾക്ക്, ഇപ്പോൾ നടന്നു വരുന്ന പദ്ധതികൾക്ക് വേണ്ടിയുള്ള പണം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബജറ്റിൽ സംസ്ഥാന സർക്കാർ. വിഭവ സമാഹരണം. സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.